നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ പുതുതായി വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് നമുക്ക് പിന്നെ ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിന് കിട്ടാറില്ല. പല ആളുകളും പറയും മൊബൈൽ ഫോണ് ഇപ്പം പഴയതുപോലെ ഒരു സ്പീഡ് വർക്കിംഗ് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ കൃത്യമായിട്ട് പ്രോഗ്രാമുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചെറിയ സെറ്റിങ്സുകളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹൈ പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാറ്ററി എന്നുള്ള സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ബാറ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മോർ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ചില മൊബൈൽ ഫോൺ മോർ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ടാകില്ല. ഈ ഇൻ്റർഫേസ് തന്നെ നേരെ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ അവിടേക്ക് എത്തിയാൽ മതി. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ മോർ സെറ്റിങ്സ് ഭാഗത്താണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഹൈ പെർഫോമൻസ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചോദിക്കും ഒരു പോപ്പപ്പ്. ഇത് വായിച്ച് നോക്കുക. ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ ഹൈ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഹീറ്റാകാൻ കാരണമുണ്ട്. ഹീറ്റാകാൻ ഒരു കാരണമാകും ചില സമയത്ത്. അത് നിങ്ങളത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഹൈ പെർഫോമൻസ് മോഡ് ഓൺ ചെയ്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നത്. ഓക്കെ കൊടുക്കുക. രണ്ടാമത്തെ സെറ്റിങ്സ് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള രണ്ടാമത്തെ സെറ്റിങ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും കാണാൻ സാധിക്കും. എല്ലാ ആപ്പും ചിലപ്പോൾ ഓൾവേസ് എന്നുള്ള ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ മൊബൈൽ ഫോണിലൊക്കെ ഓൾവേസ് എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ളതും, രണ്ടാമത്തെ ഡോണ്ട് ഒപ്റ്റിമൈസ് എന്നും, മൂന്നാമത്തെ ഓൾവേസ് ആസ്ക് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൾവേസ് ആസ്ക് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങളതെല്ലാം എടുത്ത് ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെറ്റിങ്സ്, ഓട്ടോ ഒപ്റ്റിമൈസ് എന്നുള്ള ഈ സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ആപ്പിനകത്തും നിങ്ങളിത്തത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അധികമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഉപയോഗിക്കാതിരിക്കുകയും നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല ഹൈ പെർഫോമൻസ് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു മൂന്നാമത്തെ സെറ്റിങ്സ് കാണാം. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത്, വർക്ക് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ആപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് പെർഫോമൻസുകളൊന്നും യൂസ് ചെയ്യാതെ ഉറങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസ് എന്നുള്ളത്. ഇതും എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിന് നല്ല സ്പീഡും പെർഫോമൻസൊക്കെ കാണാൻ സാധിക്കും. ഓർക്കുക, മൊബൈൽ ഫോൺ പുതിയത് വാങ്ങുന്ന ആ ഒരു പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യണം. അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.